ഒരിക്കൽ 30ഓളം സഹാബികൾ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇവർക്ക് ഭക്ഷിക്കാനുണ്ടായിരുന്ന കുറച്ച് റൊട്ടി മാത്രമാണ്. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചത് വിളക്കണച്ചുകൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ വിശക്കുന്നത് അവർ കഴിച്ചോളട്ടെ എന്നാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ റൊട്ടി കഷ്ണം അതേപടി അവിടെ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് മുൻഗണന നൽകുക, അവരെന്നെ പരിഗണിക്കുക എന്നുള്ള കോൺസെപ്റ്റും ഈസാർ ഐഡിയോളജിയിലും ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ ഒരു കഥ ഉണ്ട്. ഒരിക്കൽ ഒരു അൻസാരി ഒരു അറാബിയെ കൂട്ടി തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ നോക്കാൻ. നബിന്റെ വീട്ടിൽ ഭക്ഷണം എല്ലാ സമയത്ത് ഒരു അൻസാരി ഏൽപ്പിച്ചതാണ് നബി. അങ്ങനെ ആ അറാബിയും കൂട്ടി അൻസാരി വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് അവിടെ കുട്ടികൾക്കല്ലാണ്ട് വേറെ ആർക്കും ഭക്ഷണം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഭാര്യയോട് പറയാണ്, കുട്ടികളെ ഉറക്കിയിട്ട് ഈ തീന്മേശപ്പുറത്ത് ഭക്ഷണം വെച്ചു എന്ന്. എന്നിട്ട് വിളക്കണച്ചുകൊണ്ട് ഇവർ ആ അറാബിയെ ഭക്ഷിപ്പിക്കുകയും എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് ചെയ്തത്. എന്ന ആയത്തിലൂടെ ഈ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ദാരിദ്ര്യ സമയത്ത് പോലും അവർ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു. അതൊരു വല്ലാത്തൊരു മാതൃകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഈ വിഷയത്തിൽ അൻസാരികൾ ഏറെ മാതൃകയാണ്. കാരണം നാടും വീടും വിട്ടുവന്ന അബ്ദുറഹ്മാൻ അഫറുല്ലാവിന് സ്വന്തം ഭാര്യമായ ഒരാളെ പോലും സഹല്ലാവിനും കെട്ടിച്ചെടുക്കാൻ സന്നദ്ധ കാട്ടിയത്രേ.